കൊടുങ്ങല്ലൂർ എസ്ഐയെ കയ്യേറ്റം ചെയ്ത കൊടുങ്ങല്ലൂർ സ്വദേശികളായ കന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനു, കോറശ്ശേരി വൈശാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസിപ്പൽ എസ്ഐ സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാതെ ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പദ്ധതിക്കായി ഏറ്റെടുത്ത 246 ഏക്കർ ഭൂമി ഇഷ്ടക്കാർക്ക് വീതിച്ചു നൽകാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇത് മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലെന്നും വി.ഡി. സതീശൻ. കൊടുങ്ങല്ലൂർ മേഖലയിൽ മോട്ടോർ ബൈക്ക് മോഷണം വ്യാപകം. ഒരാഴ്ചക്കിടയിൽ 4 ബൈക്കുകൾ മോഷ്ടിക്കപ്പെട്ടു. യമഹ കമ്പനിയുടെ വിവിധ മോഡൽ ബൈക്കുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ എസ്ഐയെ കയ്യേറ്റം ചെയ്ത 3 പേർ കസ്റ്റഡിയിൽ. പ്രിൻസിപ്പൽ എസ്ഐ സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ സ്വദേശികളായ കന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനു, കോറശ്ശേരി വൈശാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മേത്തല കടുക്കച്ചുവട്ടിൽ ബൈക്ക് യാത്രക്കാരനുമായി വാക്കേറ്റമുണ്ടായ താഫിക്കിനെയും വൈശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരിയിലായിരുന്ന ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരുവരെയും പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് എസ്ഐക്കെതിരെ വീണ്ടും കയ്യേറ്റം ഉണ്ടായത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതറിഞ്ഞ റഷീദും എസ്ഐയെ കയ്യേറ്റം ചെയ്തു. ആശുപത്രിയിൽ വൈശാഖും അക്രമാസക്തനായി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാതെ ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പദ്ധതിക്കായി ഏറ്റെടുത്ത 246 ഏക്കർ ഭൂമി ഇഷ്ടക്കാർക്ക് വീതിച്ചു നൽകാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് LDFൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന വിരുദ്ധ നിലപാടാണ് സ്മാർട്ട് സിറ്റിയിൽ നിന്നുള്ള പിന്മാറ്റം. ടീകോമിന്റെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം ഇങ്ങോട്ട് വാങ്ങുന്നതിന് പകരം നഷ്ടപരിഹാരം ടീകോമിന് നൽകാൻ പോകുകയാണ്. ഇത് അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വഷളാകാതിരിക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതിന് പകരം നഷ്ടപരിഹാരം ടീകോമിന് കൊടുക്കാൻ പോവാണ്. അഴിമതിയാണ്. 248 ഏക്കർ ഭൂമി സ്വന്തക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. ഭൂമി കച്ചവടം LDFൽ ചർച്ച ചെയ്യാതെ, മന്ത്രിമാർ പോലും അറിയാതെ, ഘടകകക്ഷികൾ അറിയാതെ, പ്രതിപക്ഷം വൺ ഫൈൻ മോർണിംഗ് സുപ്രഭാതത്തിൽ വന്ന് അവസാനിപ്പിച്ച് കച്ചവടമാണ്, ഭൂമി കച്ചവടമാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഭൂമി കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് പറയാതെ പറഞ്ഞു. ഇന്നലെ എന്താ, ടീകോമിന്റെ കയ്യിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ശ്രമിച്ചാൽ വ്യവഹാരം ഉണ്ടാവും, അത് നീണ്ടുപോകും. അപ്പോൾ ഭൂമി ഫ്രീ ആവും. അപ്പോൾ ഭൂമി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മോട്ടോർ ബൈക്ക് മോഷണം വ്യാപകം. ഒരാഴ്ചക്കിടയിൽ 4 ബൈക്കുകൾ മോഷ്ടിക്കപ്പെട്ടു. യമഹ കമ്പനിയുടെ വിവിധ മോഡൽ ബൈക്കുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. മേത്തല പ്രദേശത്ത് നിന്നുമാണ് 4 ബൈക്കുകളും നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ മേത്തല പടന്നയിൽ നിന്നും കടുക്കച്ചുവട്ടിൽ നിന്നുമായി 2 യമഹ ബൈക്കുകൾ മോഷ്ടിച്ചു. പടന്ന പുത്തൻതെരുവിൽ മുനീറിന്റെ യമഹ RX 100 ബൈക്കും കടുക്കച്ചുവട് ചാലിപ്പറമ്പിൽ സിവിനിന്റെ യമഹ 135 ബൈക്കുമാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേത്തല, കുന്നംകുളം, ആനാപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും മോട്ടോർ ബൈക്കുകൾ മോഷണം പോയിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലൊരുങ്ങുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്ക് ജൂൺ മാസത്തോടെ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രിമാരായ കെ രാജനും AK ശശീന്ദ്രനും അറിയിച്ചു. ഇരുവരും കഴിഞ്ഞ ദിവസം മൃഗശാല സന്ദർശിച്ചിരുന്നു. 6 ഘട്ടങ്ങളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ ആഴ്ചയും നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകം ഷെഡ്യൂൾ തയ്യാറാക്കാനും മാസത്തിൽ 1 തവണ സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം നടത്താനും നിർദ്ദേശിച്ചതായി വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇവിടെ കൊണ്ടുവരുന്ന പക്ഷിമൃഗാദികൾക്ക് സുരക്ഷിതമായി തങ്ങാനാവുന്ന ആവാസ വ്യവസ്ഥകൾ തയ്യാറാക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധയെന്നും മന്ത്രി പറഞ്ഞു. 11 ആവാസ കേന്ദ്രങ്ങളിൽ 6 എണ്ണവും പൂർത്തിയായി. രാജ്യത്തെ മറ്റു മൃഗശാലകളിൽ നിന്നും തിരുവനന്തപുരം, നെയ്യാർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പക്ഷിമൃഗാദികളെ പുത്തൂരിലേക്ക് കൊണ്ടുവരുന്നത് മെയ് മാസത്തിലും രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ളവയെ എത്തിക്കുന്ന നടപടികൾ ഓഗസ്റ്റിനുള്ളിലും നടക്കും.
തൃശൂർ മൃഗശാലയിലുള്ള 191 മാനുകളിൽ 60 എണ്ണത്തിനെ സുവോളജിക്കൽ പാർക്കിൽ പാർപ്പിച്ച ശേഷം ബാക്കിയുള്ളവയെ റിസർവ് വനത്തിൽ തുറന്നുവിടാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. എന്നാൽ ഈ മാനുകൾ വനത്തിൽ ജീവിക്കാൻ പ്രാപ്തരല്ലാത്ത സാഹചര്യത്തിൽ മാനസ് സഫാരി പാർക്ക് കൂടി പുത്തൂരിൽ സ്ഥാപിക്കും. പൂർണ്ണമായി സോളാറിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായിരിക്കും പുത്തൂരിലേതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6-വരി പാതയുടെ 45 കിലോമീറ്റർ 2025 ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചിറങ്ങരയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. MP ബെന്നി ബെഹനാൻ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, RBDCK മാനേജിംഗ് ഡയറക്ടർ S സുഹാസ്, IAS ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂർ മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരള പദ്ധതിയുടെ ഭാഗമായാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. 20 കോടിയോളം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. SPL ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. 298 മീറ്റർ നീളത്തിലും 2 ലൈൻ റോഡും ഫുട്പാത്തും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളം BRC മാളയുടെ ആഭിമുഖ്യത്തിൽ അന്നമനടയിൽ ലോക ഭിന്നശേഷി ദിനാചരണം മധുരം 2K24 സംഘടിപ്പിച്ചു. VM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി BR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചുമക്കളുടെ കഴിവുകളെ, വിവിധങ്ങളായിട്ടുള്ള കഴിവുകളാണ് എല്ലാവർക്കും ഉള്ളത്. എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട്. നമ്മുടെ കൊച്ചുമക്കൾക്കും രക്ഷിതാക്കൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട്. കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും കഴിവുകളെ പരസ്പരം അവരെല്ലാം ആദരിക്കുകയും അതോടൊപ്പം തന്നെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സമൂഹത്തിന്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. M4Tech ജിയോ മച്ചാൻ മുഖ്യാതിഥിയായി. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. മാള BPC ഡോക്ടർ ലിജു, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, കുഴൂർ പഞ്ചായത്ത് മെമ്പറും പ്രോഗ്രാം കൺവീനറുമായ സേതു മോൻ ചിറ്റേത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ OC രവി, അന്നമനട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു സതീശൻ, വാർഡ് മെമ്പർ ഷീജ നസീർ, കൊടുങ്ങല്ലൂർ IMA പ്രസിഡന്റ് ഡോക്ടർ നാദിറ സലീം, മാള റോട്ടറി ക്ലബ് പ്രസിഡന്റ് പോൾ പാറയിൽ, BRC ട്രെയിനർ ബൈജു MD, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജെയ്നി ജോസഫ് എന്നിവർ സംസാരിച്ചു. മിമിക്രി ആർട്ടിസ്റ്റ് മുരളി ചാലക്കുടിയുടെ കോമഡി ഷോ കുട്ടികൾക്ക് സന്തോഷമാമാങ്കമായി മാറി. പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ചിത്രരചനയ്ക്കായി തെരഞ്ഞെടുത്ത ആവണി കനേഷ്, സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ വിജയികളായ ദേവി കൃഷ്ണ KL, ദേവനന്ദ KS, സുബലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ സ്കൂൾ തല മത്സരങ്ങളിൽ മാള ബ്ലോക്ക് തല വിജയികളായ വിദ്യാർത്ഥികൾക്ക് വേദിയിലെ വിശിഷ്ടാതിഥികൾ സമ്മാനദാനം നിർവഹിച്ചു. ഭിന്നശേഷി ദിനാചരണം കുട്ടികളുടെ കലാപരിപാടികൾ മാറ്റുരയ്ക്കുന്ന വേദിയായി. 110 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. പുതിയകാവ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ ബ്ലോക്ക് ക്ഷീരസംഗമം നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് അധ്യക്ഷനായി. ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ സംരംഭിച്ച ക്ഷീരസംഘത്തെ ആദരിക്കൽ മിൽമ ചെയർമാൻ MT ജയൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തിനി ഗോപകുമാർ, ലീന വിശ്വൻ, സംഘാടക സമിതി ചെയർമാൻ പോൾ വർഗീസ്, ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റുമാരായ TP സലീം, TK മോഹൻകുമാർ, പ്രഭ രവീന്ദ്രൻ, AK സുരേന്ദ്രൻ, TD ജോസഫ്, രാജേഷ് കണിച്ചാലയത്ത്, KG ഉല്ലാസ്, CR പ്യാട്രിക്, PP രാമചന്ദ്രൻ, യമുന ഷാജി, KP രാജേന്ദ്രൻ, രാജീവ് മണ്ണാളിൽ, CA രാജീവ്, VK ബാബു, സലാംനു ചിലകത്ത്,
MP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ഷീര കർഷകരെ ആദരിക്കലും ഡയറി ക്വിസ് മത്സരവും നടന്നു. മലയോര ഹൈവേയുടെ ഭാഗമായുള്ള വെള്ളികുളങ്ങര വെറ്റിലപ്പാറ റോഡിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡ് റീച്ച് 2ന്റെയും നിർമ്മാണോദ്ഘാടനം ചായപ്പൻകുഴി സെന്ററിൽ നടത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. MP ബെന്നി ബെഹനാൻ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതി, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മലയോര ഹൈവേയുടെ 18.35 കിലോമീറ്റർ ദൂരം വരുന്ന മൂന്നാമത്തെ റീച്ചായ വെള്ളികുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കോർമല രണ്ടുകൈ ജംഗ്ഷൻ, ചായപ്പൻകുഴി ജംഗ്ഷൻ, വെറ്റിലപ്പാറ 13 ജംഗ്ഷൻ വഴി ചാലക്കുടി ആനമല റോഡിലെ വെറ്റിലപ്പാറയിൽ അവസാനിക്കുന്ന മലയോര റോഡ് നിർമ്മാണത്തിന് 107.27 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. കൊടകര കോടശ്ശേരി പഞ്ചായത്തുകളുടെ പരിധിയിൽ പുത്തുകാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കനകമല പള്ളി വഴി ചാലക്കുടി വെള്ളികുളങ്ങര റോഡിലെ മേച്ചിറയിൽ അവസാനിക്കുന്ന 9.150 കിലോമീറ്റർ നീളം വരുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന ചാത്തൻ മാസ്റ്റർ റോഡ് നിർമ്മാണത്തിന് 8.98 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഭക്തമനസ്സുകളെ ആനന്ദത്തിൽ ആറാടിച്ച് കൊടകര ഷഷ്ഠി ആഘോഷം. പുലർച്ചെ മുതൽ കൊടകര കുന്നത്രിക്കോവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനെത്തി അഭിഷേകം നടത്തി. 11 മണി മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സെറ്റുകൾ ക്ഷേത്ര മൈതാനിയിൽ എത്തി. നാദസ്വരം, തകിൽ, ശിങ്കാരിമേളം, നാസിക് ഡോൾ തുടങ്ങി വിവിധ വാദ്യമേളങ്ങൾ കാവടിയാട്ടത്തിന് കൊഴുപ്പേകി. കൂടാതെ തെയ്യം പോലുള്ള നിശ്ചല ദൃശ്യങ്ങൾക്കും കാണികൾക്ക് ദൃശ്യവിരുന്നേകി. 19 ദേശങ്ങളിൽ നിന്നും കാവടി സെറ്റുകൾ ഷഷ്ഠി ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാത്രിയിലും പകൽ നടത്തിയതിന്റെ ആവർത്തനം ഉണ്ടായിരിക്കും. കുഴൂർ ഗ്രാമം ഉത്സവലഹരിയിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാട് മനശങ്കരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് മുന്നോടിയായി ദേശീയ നൃത്ത സംഗീതോത്സവം മുരുകധുനിയുടെ ഉദ്ഘാടനം നടന്നു. തുടർന്ന് നിറമാല, ദീപാരാധന, ചുറ്റുവിളക്ക്, വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണ, സംഗീത നിശ, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു. ഡിസംബർ 6 മുതൽ 14 വരെയാണ് ഉത്സവാഘോഷങ്ങൾ. എല്ലാ ദിവസവും പകലും രാത്രിയും വിവിധ ക്ഷേത്രകലകൾ, മറ്റു ക്ഷേത്ര ചടങ്ങുകൾ എന്നിവ നടക്കും. ഡിസംബർ 10 ആനച്ചമയ പ്രദർശനം, 11 ഏകാദശമി മഹോത്സവം, 12 ഉത്സവ ബലി, പള്ളിവേട്ട മഹോത്സവം, 13 ആറാട്ട്, വൈകിട്ട് കാർത്തിക ദീപക്കാഴ്ച, കാർത്തിക വിളക്ക് ചടങ്ങുകൾ നടക്കും. 14 അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കും. കയ്പമംഗലത്ത് നടക്കുന്ന CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാറും വനിതാ സംഗമവും സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത, ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ, ഏരിയ സെക്രട്ടറി രാജിഷ ശിവജി, KB സുധ, ഷീന വിശ്വൻ, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് ജില്ലാതല റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചെസ് മത്സരം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PN ദേവി പ്രസാദ്, സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ, വായനശാല പ്രസിഡന്റ് സജീവൻ പള്ളായിൽ, സെക്രട്ടറി KB ബത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൊടുങ്ങല്ലൂർ താലൂക്ക് നിയമസേവന കമ്മിറ്റിയുടെയും ജില്ലാ നിയമസേവന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോനന്മ എന്ന പരിപാടിയോടനുബന്ധിച്ച് മേത്തല ദയ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കായി നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലീഗൽ സർവീസ് കമ്മിറ്റി പാനൽ ലോയർ അഡ്വക്കേറ്റ് രജിത, ലീഗൽ വോളണ്ടിയർ രജനി ജലീൽ എന്നിവർ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
കൊടുങ്ങല്ലൂർ SIയെ കയ്യേറ്റം ചെയ്ത കൊടുങ്ങല്ലൂർ സ്വദേശികളായ കന്നത്തുപടി വീട്ടിൽ റഷീദിന്റെ മകൻ തനു, കോറശ്ശേരി വൈശാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസിപ്പൽ SI സാലിമിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാതെ ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പദ്ധതിക്കായി ഏറ്റെടുത്ത 246 ഏക്കർ ഭൂമി ഇഷ്ടക്കാർക്ക് വീതിച്ചു നൽകാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലെന്നും VD സതീശൻ. കൊടുങ്ങല്ലൂർ മേഖലയിൽ മോട്ടോർ ബൈക്ക് മോഷണം വ്യാപകം. ഒരാഴ്ചക്കിടയിൽ 4 ബൈക്കുകൾ മോഷ്ടിക്കപ്പെട്ടു. യമഹ കമ്പനിയുടെ വിവിധ മോഡൽ ബൈക്കുകളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.